ലീഫ് എന്നൊരു പടം ഇറങ്ങിയിട്ട് 8 നില പൊട്ടി എന്ന് പറയുന്നത് സത്യമാണോ ഗൈസ്? പൃഥ്വിരാജൊന്നും അങ്ങോട്ട് ഒത്തില്ലെന്നോ, ഏതോ ഒരാൾ ക്യാമിയോ റോളിൽ വന്ന് കുളമാക്കിയെന്നോ ചളമാക്കിയെന്നോ ക്രിസ്മസ് ഫാദർ ആണെന്നോ ഒക്കെ പറഞ്ഞ് റിവ്യൂസൊക്കെ കണ്ടു. ഉറക്കഗുളികയാണെന്ന് ചില വാർത്താ വൃത്തങ്ങൾ അറിയിച്ചു. പിന്നെ ഈ ഫേസ്ബുക്കിലും മറ്റേ യൂട്യൂബ് ചാനലിലും അവിടെയൊക്കെ പടം ഭയങ്കര ഹിറ്റാണെന്നും ആദ്യത്തെ ദിവസം കണ്ടിറങ്ങിയവർക്ക് ഓണം തൂക്കിയിട്ട് ആട്ടിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് റിവ്യൂസൊക്കെ കാണാൻ സാധിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല ഈ വന്ന കാലത്ത് എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. അവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അവർ പറയാമായിരിക്കും റിവ്യൂ കൊണ്ടാണ് പടം പൊട്ടിയത്, അല്ലെങ്കിൽ ഇവരൊക്കെ കൊണ്ടാണ് അതുകൊണ്ടായതുകൊണ്ടാണ് പറയും. പിന്നെ ഇവരുടെയൊക്കെ സിനിമ ഓണമൊക്കെ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഈ ആളുകളുടെ ഈ അവധിക്കാല ചിത്രങ്ങൾ എന്ന് പറയുന്ന എല്ലാം വലിയ പുള്ളിയുള്ള സിനിമകളൊക്കെ വരാറ്. അത് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് കുറച്ച് ദിവസം തിയേറ്ററിലിട്ട് ഓടിക്കുമ്പോൾ കുറച്ച് കാശ് കിട്ടും. അതാണ് ഇവരുടെ കച്ചവടം. അല്ലാത്തപ്പോൾ ഇതിനിടെ വന്ന് കുറേ സിനിമകൾ ഓടി. ഇനി അടുത്ത ഈ അവധി കഴിഞ്ഞ് വരുന്ന സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്വാളിറ്റിയുള്ള സിനിമകൾ അത് കഴിഞ്ഞ് ഇറങ്ങത്തുള്ളൂ. ഇത് ചുമ്മാ ആൾക്കാരെ പൊട്ടിളിപ്പിക്കാൻ വേണ്ടി തിയേറ്ററൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാതെ ഇതുപോലത്തെ പടങ്ങളൊക്കെ. എന്നിട്ട് ചുമ്മാ ഇട്ട് ഓടിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണണ്ടേന്ന് പറഞ്ഞ് കയറി വന്ന് ഇന്ന് കാണുകയും ചെയ്യും. മോഹൻലാലിൻ്റെ മോളെ സിനിമയ്ക്കൊക്കെ അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മോളൊക്കെ ആയതുകൊണ്ടേ. അല്ലാതെ ഇവിടെ കഷ്ടപ്പെട്ട് ഓരോരുത്തരോ സിനിമയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ എന്തൊക്കെ ലഹളയാ. തിയേറ്റർ കിട്ടത്തില്ല, അത് കിട്ടത്തില്ല, മറ്റതില്ല, മറിച്ചില്ല, പെണ്ണിനെ അഭിനയിക്കാൻ കഴിയില്ല, അല്ല ഇതൊന്നും അത്ര പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും എഴുതാനും ഇല്ല, പ്രോത്സാഹിപ്പിക്കാനും ഇല്ല. ഈ ഓൺലൈൻ മീഡിയ എഴുത്തുകാരും കുത്തുകാരും ഒന്നും തന്നെ അങ്ങനെ സാധാരണക്കാരുടെ പടങ്ങളൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യത്തൊന്നുമില്ല. കാശ് കൊടുത്താലേ എല്ലാവരും പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താ, അതും കാശുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ ജെന്യുവനായിട്ടുള്ള റിവ്യൂ പോലും ഇപ്പോൾ കാണാനില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോക്ക് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം.